പശ്ചിമേഷ്യയിൽ നിന്ന് അതീവ സങ്കടകരവും ഷോക്കിങ്ങുമായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിലേക്ക് നിർത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ അവസാനിക്കുന്നത് വരെ വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഒന്നിനെയും കടത്തിവിടില്ല എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെ ഇറാനിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക കടുത്ത ബോംബാക്രമണം ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള പാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ തങ്ങളുടെ മുൻകൂർ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ട് പാതയിലൂടെ സഞ്ചരിച്ചു എന്നാരോപിച്ച് സൈപ്രസ് പാതയിലുള്ള MV-GFS ഗാലക്സി എന്ന വാണിജ്യ കണ്ടെയ്നർ കപ്പലിന് നേരെ ഇറാൻ സൈന്യം വെടിയുതിർക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതോടെ രൂക്ഷമാകുകയാണ് ഹോർമുസിൽ ഇപ്പോൾ യുദ്ധം കത്തുകയാണ്. ആക്രമണത്തിൽ കപ്പലിന് കടുത്ത തീപിടുത്തം ഉണ്ടാവുകയും എഞ്ചിൻ റൂം പൂർണ്ണമായിട്ട് തകരുകയും ചെയ്തു. കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതാവുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ അനുമതിയില്ലാത്ത സമുദ്രപാതകളിലൂടെ ഇനിയും കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിച്ചാൽ ഇതേ രീതിയിൽ ആക്രമിക്കുമെന്നാണ് IRGCയുടെ കടുത്ത മുന്നറിയിപ്പ്. സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ നിർണായക ചർച്ചകൾ നടന്നിരിക്കുകയാണ്. ഈ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായിട്ട് 2 പ്രത്യേക സമുദ്രപാതകൾ ഒരുക്കണമെന്ന ഒമാന്റെ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ഈ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക കടുത്ത പ്രത്യാക്രമണവുമായി രംഗത്തെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെയും കടുത്ത ഉത്തരവുകളെ തുടർന്ന് US സെൻട്രൽ കമാൻഡ് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങളുടെ 3ാം ഘട്ട സൈനിക ആക്രമണങ്ങൾ ആരംഭിച്ചു. ഇറാന്റെ തെക്കൻ തീര നഗരങ്ങളായിട്ടുള്ള ബുഷേഹർ, അസലൂയ, ചബഹാർ, കേഷ് ഐലൻഡ്, ബന്ദർ അബ്ബാസ്, സിറിക് തുടങ്ങിയ പ്രമുഖ തീരദേശ മേഖലകളിൽ അമേരിക്കൻ ബോംബാക്രമണത്തിൽ വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ആക്രമണം നടത്തിയ അമേരിക്കയ്ക്കെതിരെ ഇറാനും പൂർണ്ണ യുദ്ധസന്നദ്ധയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള ബന്ദർ മാഷ ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ ഇറാനിയൻ സൈന്യം തങ്ങളുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഒപ്പുവെച്ചിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായിട്ടും അവസാനിച്ചതായിട്ട് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. തനിക്കെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വധശ്രമത്തിനുള്ള ആലോചനകൾ നടക്കുന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ 1000ഓളം മിസൈലുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എന്നും ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനയുടെ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇറാൻ നേതാക്കളുടെ രക്തത്തിന് അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായി ലോക നേതാക്കളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും താനോ ഇറാന്റെ സൈന്യമോ ഇല്ലാതായാൽ പോലും ലോകമെമ്പാടുമുള്ള ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾ ഈ ഒരു പ്രതികാര ദൗത്യം നടപ്പാക്കുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു പോർവിളികളും കപ്പൽ ആക്രമണങ്ങളും ഹോർമുസ് കടലിടുക്ക് അടച്ചതുമെല്ലാം വരും ദിവസങ്ങളിൽ ആഗോള ഇന്ധനവാതക വിപണികളെ കടുത്ത പ്രതിസന്ധിയിലാക്കും. എന്തായാലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ നടന്ന നിർണായക നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കായിട്ട് ഒമാൻ മുന്നോട്ട് വെച്ച 2 സമുദ്രപാതകളുടെ നിർദ്ദേശം തള്ളിയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് വിദേശ ശക്തികൾക്ക് ഈ പാതയുടെ നിയന്ത്രണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കി. തങ്ങൾ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി നിയമിച്ച പ്രത്യേക കോറിഡോറിലൂടെ അല്ലാതെ നീങ്ങുന്ന ഒരു കപ്പലിനെയും അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. ഈ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് സൈപ്രസ് കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതും ഹോർമുസ് കടലിടുക്ക് അനിശ്ചിതത്വ കാലത്തിലേക്ക് പൂർണ്ണമായിട്ട് അടച്ചതായിട്ട് ഈ ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതും. പശ്ചിമേഷ്യയിലെ ഈ ഒരു പുതിയ യുദ്ധ സമാന സാഹചര്യങ്ങളെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ
ഇറാന്റെ ആണവ പദ്ധതികൾ തടയുന്നതിനായിട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നടത്താനിരുന്ന അന്താരാഷ്ട്ര ചർച്ചകൾ ഇതോടെ പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കാതെ ഇറാനുമായിട്ട് യാതൊരു ആണവ ചർച്ചകൾക്കും അമേരിക്ക തയ്യാറാകില്ല എന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തനിക്കെതിരെ ഉയർന്ന വധശ്രമ ഭീഷണികളെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കുമെന്നും ട്രംപും കടുത്ത ഭാഷയിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാനിൽ അന്തരിച്ച ഈ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തന്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദേശം പുറത്തുവിട്ടതും വലിയ രീതിയിലുള്ള നീക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ശത്രുക്കൾക്കെതിരെ ആഗോളതലത്തിൽ പകരം വീട്ടുമെന്നാണ് ഈ മുജ്തബ ഖമേനി പറയുന്നത്. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയെ ഭീതിയിലാക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നീക്കങ്ങൾക്കെതിരെ പശ്ചിമേഷ്യയിലുടനീളമുള്ള തങ്ങളുടെ സായുധ സഖ്യകക്ഷികളും ഗ്രൂപ്പുകളും ശക്തമായിട്ട് പ്രവർത്തിക്കണമെന്നും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് സംഘർഷം പടരാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ ഈ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ പുതിയ പ്രതിസന്ധി അന്താരാഷ്ട്ര എണ്ണവാതക വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. രാജ്യാന്തര എണ്ണ വിപണിയിൽ വരും വർഷം പ്രതീക്ഷിച്ചിരുന്ന അധിക ഉൽപാദന കണക്കുകളെല്ലാം ഇതോടെ അട്ടിമറിക്കപ്പെടുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾക്ക് വീണ്ടും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇരുഭാഗവും കനത്ത സൈനിക നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആശങ്ക ഇരട്ടിയാക്കുകയാണ്. ഏത് നിമിഷവും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറാവുന്ന അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് നിലവിൽ പശ്ചിമേഷ്യ. നിങ്ങളെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല, വെടിനിർത്തൽ തകർന്നാൽ അമേരിക്കയെ തകർക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. അമേരിക്കക്കാർ ഏതെങ്കിലും കരാറോ ധാരണയോ ലംഘിക്കുന്ന നിമിഷം അതിർത്തികൾക്കപ്പുറത്തേക്ക് പടരുന്ന കനത്ത പ്രതിരോധത്തിനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത്. വേറൊരു വാക്കേറ്റമോ അല്ലെങ്കിൽ തർക്കമോ ഒന്നുമല്ല, മറിച്ച് അമേരിക്കൻ ശക്തികളെ വിറപ്പിക്കാൻ പോകുന്ന മിസൈൽ ശേഖരവും സൈനിക വ്യൂഹവും ഇറാൻ വിന്യസിച്ചു കഴിഞ്ഞു. ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വരുന്ന ഏതൊരു ശക്തിക്കെതിരെയും ഉറച്ചു നിൽക്കുമെന്നും തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുന്നു. എന്തായാലും ബാഹ്യശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാനിയൻ ജനതയും ഭരണകൂടവും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ച് ജനതയ്ക്ക് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ആയുധമെടുക്കാനും മടിയില്ല. ഈ ഒരു ആഭ്യന്തര സുരക്ഷിതത്വവും ഐക്യവുമാണ് മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും അമേരിക്കയുടെ സാമ്രാജ്യത്വ ധാർഷ്ട്യത്തിനുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ് ഇറാൻ പാർലമെന്റ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ വൈറ്റ് ഹൗസ് ഭീഷണിയുടെ സ്വരം ഉയർത്തിയാൽ ഇറാനിലെ മിസൈൽ ലോഞ്ചറുകൾ സജീവമാകുമെന്നത് ഉറപ്പാണ്. ധാരണകൾ ലംഘിച്ചാൽ അമേരിക്ക ഇതുവരെ കാണാത്ത തരത്തിലുള്ള കനത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ചരിത്രത്തിൽ ഒരിടത്തും തോറ്റുകൊടുത്തിട്ടില്ലാത്ത ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഭയപ്പെടേണ്ടത് ഇറാന്റെ മണ്ണിലേക്ക് കണ്ണുവെക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം മാത്രമാണ്. എന്തായാലും പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ ഭീതിയിലാണ്. പശ്ചിമേഷ്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനം വരുവാൻ വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിക്കുകയാണ് ഇപ്പോൾ ഈജിപ്തും ഖത്തറും അതുപോലെ തന്നെ പാകിസ്ഥാനും. പക്ഷേ ഈ പരാജയങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് അവിടുത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത്.